നമ്മുടെ ഓഫീസിൽ ഗ്രേപ്സിൽ നിങ്ങൾക്കറിയാം നൂറുകണക്കിന് എഞ്ചിനീയേഴ്സ് ഉണ്ട്. വലിയ റിസർച്ച് നടക്കുന്ന ഒരു ഓഫീസാണ് നമ്മുടേത്. നമ്മുടെ ഓഫീസിലെ എഞ്ചിനീയേഴ്സ് പലപ്പോഴും പുതുതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവർ ഡെവലപ്മെൻറ്റിൽ ജോയിൻ ചെയ്താലും സപ്പോർട്ടിലാണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്താലും അവരെ ആദ്യം കസ്റ്റമർ കെയറിലാണ് നമ്മൾ അവർക്ക് പരിചയപ്പെടാനുള്ള അവസരം കൊടുക്കുക. കാരണം ഒരു ഹോസ്പിറ്റലിന് എന്താണ് വേണ്ടുന്നതെന്ന് മനസ്സിലാക്കലാണ് പരമപ്രധാനം. അതുകൊണ്ട് തന്നെ കസ്റ്റമർ കെയറിലാണ് ഗ്രേപ്സിലെ അവരുടെ പ്രൊഫഷണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കസ്റ്റമറുമായിട്ട് നമുക്ക് കുറച്ച് ഇമേജ് പ്രോബ്ലമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. കാരണം ഈ പുതിയ ആൾക്കാരൊക്കെ ഇരുന്ന് കസ്റ്റമറുമായിട്ട് സംസാരിക്കുമ്പോൾ പക്ഷേ അവർക്ക് എപ്പോഴും സീനിയേഴ്സിൻ്റെ ബാക്കപ്പ് അസിസ്റ്റൻസ് അവിടെ കിട്ടുന്നുണ്ട്. അവർ പക്ഷേ പ്രത്യക്ഷത്തിൽ വരുമ്പം തന്നെ ഈ ഒരു ഇൻഡസ്ട്രി എന്താണെന്ന് അറിയാനായിട്ട് ആ ഇൻട്രാക്ഷൻസ് അവരെ സഹായിക്കും. അതിനുശേഷം നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ ഒറിജിനൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ സബ്സിഡിയറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവരെന്തായിരുന്നു എന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജിനും അവരുടെ ടീം ലീഡ്സിനും ഒക്കെ വ്യക്തമായ ധാരണ കൊടുക്കും. അവരുടെ ക്യാരക്ടർ എന്തായിരുന്നു, ഡ്രസ് കോഡ് എന്തായിരുന്നു, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ചില സമയങ്ങളിലൊക്കെ അവരുടെ ഒരു ടീമിൽ നിന്ന് മറ്റൊരു ടീമിലേക്ക് വർക്ക് ലോഡ് അനുസരിച്ച് മാറേണ്ടി വരും എഞ്ചിനീയേഴ്സിന്. അങ്ങനെ മാറുന്ന സമയത്തും നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ എഞ്ചിനീയറെ എങ്ങനെ ക്രോസ് റെഫറൻസ് ചെയ്ത് വിടുമ്പോൾ അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടുമ്പോൾ വളരെ വ്യക്തത കൊടുക്കും. ക്യാരക്ടർ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഹാബിറ്റുകൾ, അദ്ദേഹത്തിൻ്റെ കോഡിംഗ് കപ്പാസിറ്റി, കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി, ആ വ്യക്തത എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു റീകൺസിലിയേഷൻ നടക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇദ്ദേഹം ചെന്ന് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ആനുപാതികമായിട്ട് അവിടുത്തെ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും. ഈ മനുഷ്യനെ കൂടെ അവിടെ ആ ചെയ്യുന്ന വർക്കിൻ്റെ എമർജൻസി സൊല്യൂഷൻസ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണോ അതോ ഒരു വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കസ്റ്റമൈസേഷൻസ് ചില ഹോസ്പിറ്റൽസിൻ്റെ ചില ട്രബിൾ ഷൂട്ടിങ് അവരുടെ ഫങ്ഷണൽ ട്രബിൾസ് ഉണ്ടാവും. അതിനെ എങ്ങനെ കൂടുതൽ നല്ല ഫങ്ഷൻസിലേക്ക് എത്തിക്കാം എന്നതിൻ്റെ ഒരു റിസർച്ച് നടത്തുന്ന മേഖല ഉണ്ടാവും. നമ്മുടെ സാറ്റലൈറ്റ് പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. മാജിക് ബോക്സ് നിങ്ങൾ ഇതിനകം വണ്ടർഫുൾ ടൂൾ എന്ന് അപ്രിഷ്യേറ്റ് ചെയ്തതാണ്. അതിൻ്റെ വർക്കുകളും ഡെവലപ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അവിടേക്ക് മാറുമ്പോൾ അവരെയും ആ ഡിപ്പാർട്ട്മെൻറ്റിനെയും വീണ്ടും ഒന്ന് പൊരുത്തപ്പെടുത്തുന്ന ജോലിയുണ്ട്. ഇത് നമ്മുടെ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് നമ്മുടെ ഓഫീസിൽ. അതുപോലെയാണ് MOM4 ഈ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് 4ാമത്തെ സ്റ്റാൻഡേർഡിലെ റീകൺസിലേഷൻ ഓഫ് മെഡിക്കേഷൻസ് ഒക്കേഴ്സ് എ ട്രാൻസിഷൻ പോയിന്റ് ഓഫ് പേഷ്യൻ്റ് കെയർ. പേഷ്യൻ്റ് കെയറിൽ എമർജൻസിയിൽ വരുന്ന പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. അഡ്മിറ്റ് ചെയ്തെടുത്തുനിന്ന് ICUയിൽ പോകുന്നുണ്ടാവും. ICUയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് വരുന്നുണ്ടാവും. തിയേറ്ററിലേക്ക് പോകുന്നുണ്ടാവും. ഈ പേഷ്യൻറ്റിനെ കുറിച്ച് ഹാൻഡ് ഓവർ ടൈമിൽ, ക്രോസ് കൺസൾട്ടേഷൻ എഴുതിയ മരുന്നുകൾ റെഗുലറായി കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളുമായിട്ട് റീകൺസിൽ ചെയ്യണം. അത് ഡോക്യുമെൻ്റ് ചെയ്യണം. ഹാൻഡ് ഓവർ ടൈമിൽ ഈ റീകൺസിലേഷൻസിൻ്റെ ആവശ്യകത കൃത്യമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാനേജ് ചെയ്യണം. സോ പേഷ്യൻറ്റിൻ്റെ സുഗമമായ ചികിത്സാ വിധികൾ നടപ്പിലാക്കി സുഖപ്പെടുത്തുന്നതിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആവശ്യമുള്ള സമയങ്ങളിൽ ഈ ടൈപ്പ് ഓഫ് ഏതൊരു ട്രാൻസിഷൻ പോയിന്റിലും, അത് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസിഷൻ ആയിരിക്കാം, മറ്റൊരു ചികിത്സകൻ്റെ ട്രാൻസിഷൻ ആയിരിക്കാം, ഏതൊരു ട്രാൻസിഷൻ ടൈമിലും റീകൺസിലേഷൻ ഓഫ് മെഡിക്കേഷൻ ഉറപ്പായിട്ടും നമ്മൾ നടന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ജോലിയാണ്. കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ. 4ാമത്തെ സ്റ്റാൻഡേർഡിലെ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് റീകൺസിലേഷൻ ഓഫ് മെഡിക്കേഷൻസ് occurs at transition points of patient care.